നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. നേപ്പാൾ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ച ജൻസി പ്രക്ഷോഭകർ പ്രതിസഭ പിരിച്ചുവിടണം, ഭരണഘടന ഭേദഗതി ചെയ്യുകയോ മാറ്റിയെഴുതുകയോ വേണം, 3 പതിറ്റാണ്ടായി കൊള്ളയടിച്ച സ്വത്തുക്കളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. കർണാടകയിലെ മാണ്ഡ്യയിൽ വീണ്ടും ഗണേശ ഘോഷയാത്ര, നിമഞ്ജന യാത്ര. ജിഹാദികൾ കല്ലെറിഞ്ഞതിന് പിന്നാലെ ആക്രമികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിയിൽ ഹൈന്ദവ പ്രതിഷേധം ശക്തം. ഒടുവിൽ രാഷ്ട്രീയം വെടിഞ്ഞ ട്രംപ് നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് സമൂഹ മാധ്യമ പോസ്റ്റ്. തീരുവ വിഷയത്തിൽ ചർച്ച തുടരുമെന്ന് ട്രംപ്. ചർച്ച ഇന്ത്യ-US ബന്ധത്തിന് വൻ സാധ്യതകൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെ. ഇസ്രായേൽ മിന്നലാക്രമണത്തിൽ അടിപതറി ഹമാസ്. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന് കണക്ക് തീർത്ത ഇസ്രായേൽ മുഖ്യ സൂത്രധാരനടക്കം 6 ഭീകരർ കൊല്ലപ്പെട്ടു. ഉണ്ടായത് കനത്ത നാശനഷ്ടമെന്ന് ഹമാസ്. IS ഭീകരർക്കായി വലവിരിച്ച് കേന്ദ്ര ഏജൻസികളും ഡൽഹി പോലീസും. 8 ഇടങ്ങളിൽ പരിശോധന. 2 ഭീകരർ അറസ്റ്റിൽ. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഉടൻ. ആതിഥേയരായ UAE നേരിടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 8-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. നേപ്പാളിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഇടക്കാല സർക്കാരിനെ നയിച്ചേക്കും. സുശീല കാർക്കി ഇടക്കാല സർക്കാരിനെ നയിക്കുന്നതിൽ ധാരണ. സൈനിക ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, മാറി മറിയുകയാണ് സ്ഥിതിഗതികൾ. ഒപ്പം തന്നെ എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ പ്രതിഷേധം, ജൻസിയുടെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത്. KP ശർമ്മ ഒലി രാജിവെച്ച് വിദേശ രാജ്യത്തേക്ക് കടന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. നിലവിലിപ്പോൾ അവിടുത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കരസേനയാണ്, സൈന്യമാണ്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ഭരണനിർവഹണ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ സൈന്യവും അതേപോലെ തന്നെ പ്രക്ഷോഭക്കാരും തമ്മിൽ ചർച്ചയുണ്ടായി. ഈ ചർച്ചയിലാണ് ഒരു താൽക്കാലിക സർക്കാർ എന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നത്. ഈ താൽക്കാലിക സർക്കാരിന് നേതൃത്വം നൽകുവാൻ വേണ്ടി നേപ്പാളിലെ ആദ്യ സുപ്രീം കോടതി വനിതാ ചീഫ് ജസ്റ്റിസിനെ നിയോഗിക്കാമെന്നുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുശീല 2016 ഏപ്രിൽ 13-നാണ് ഈ നേപ്പാളിലെ സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത്. സുശീല കാർക്കി 2017 ജൂൺ 7 വരെ അവർ തുടർന്നു ഈ സ്ഥാനത്ത്. അതിനിടയിൽ അവർ നടത്തിയ വളരെ സുപ്രധാനമായ ചില വിധിന്യായങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് അവരെ, സുശീല കാർക്കിയെ, ഈ സ്ഥാനത്തേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ ഈ നേപ്പാളിനെ താൽക്കാലികമായെങ്കിലും നയിക്കുവാൻ വേണ്ടി സുശീല കാർക്കിയെ നിയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ധാരണയിലേക്ക് എത്തി നിൽക്കുന്നത്. ഏതായാലും അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഈ കാഠ്മണ്ഡു വിമാനത്താവളം തുറക്കുന്നതോടുകൂടി അവിടെ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന ഏതാണ്ട് 700-ലധികം വരുന്ന ഭാരതീയരെ അടിയന്തരമായി രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. നേരത്തെ വായുമാർഗം, അതായത് വിമാനമാർഗം ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ ഇവിടേക്ക് തിരിച്ച് ഭാരതത്തിലേക്ക് എത്തിക്കുവാനുള്ള തടസ്സം കാഠ്മണ്ഡുവിലെ വിമാനത്താവളം അടച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അതിപ്പോൾ താൽക്കാലികമായി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നേപ്പാളിൽ കുടുങ്ങിയ മുഴുവൻ ഇന്ത്യക്കാരെയും ഉടനടി ഇവിടേക്ക് ഭാരതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ എവിടെയാണോ തുടരുന്നത് അവിടെ തന്നെ സുരക്ഷിതമായി തുടരുകയും ഒപ്പം തന്നെ സേനയുടെ എന്താണ് നിർദ്ദേശം അതനുസരിച്ച് നീങ്ങുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഭാരത
ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അവരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലടക്കം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ താൽക്കാലികമായൊന്നിപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ്. സൈന്യം ഈ പ്രക്ഷോഭക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അത് താൽക്കാലികമായെങ്കിലും നിർത്തിയില്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുവാനുള്ള നടപടികളിലേക്ക് സൈന്യം കടക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം ജെൻസിയുടെ പ്രക്ഷോഭത്തിൽ ഈ പോലീസ് നടപടിയിൽ 19 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അവിടുത്തെ ഭരണത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുമെന്നുള്ള ഒരു ഘട്ടത്തിലാണ് അവിടെ സമൂഹ മാധ്യമങ്ങൾ 26 സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. തുടർന്ന് വലിയ പ്രക്ഷോഭത്തിലേക്കായിരുന്നു നേപ്പാൾ നീങ്ങിയിരുന്നത്. നേപ്പാളിലെ പാർലമെൻറ്റ് കെട്ടിടത്തിനടക്കം തീയിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുകൊല്ലുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ വീടിനടക്കം നിരവധി മന്ത്രിമാരുടെ വീടിന് തീയിട്ടു. പാർലമെൻ്ററി കെട്ടിടത്തിൽ തീയിട്ടു. അങ്ങനെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും തീയിട്ടു. എന്നാൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ചുമതല സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും ഇപ്പോൾ ജെൻസിയുടെ പ്രക്ഷോഭത്തിന് അല്പം അയവുണ്ടായിരിക്കുന്നു നേപ്പാളിൽ. വിഷ്ണു. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നേപ്പാളിലെ സംഭവങ്ങളിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാകാമെന്ന് ശ്രീ രവിശങ്കർ. ഇത്തരം സംഭവങ്ങളിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാകുന്ന പതിവുകളുണ്ട്. വിദേശ ഇടപെടൽ സാധ്യമാകുന്ന രംഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. वहाँ पर मैं लगातार उनके संपर्क में हूँ. युवाओं में फ्रस्ट्रेशन बढ़ता चला गया ताकि युवाओं को कोई प्रवेश नहीं दे रहे थे. ये एक बात है. पर जब भी कोई आंदोलन हो जाता है असामाजिक तत्व उसमें घुस जाते हैं और लगता भी है इसमें कोई और अंतर्राष्ट्रीय षड्यंत्र भी हो सकता है. പുതിയ പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുക്കാനിരിക്കെ ഫ്രാൻസിൽ പ്രക്ഷോഭം. ബ്ലോക്ക് എവരിത്തിങ് എന്നറിയപ്പെടുന്ന ഇടത് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത്. പ്രക്ഷോഭക്കാർ വിവിധയിടങ്ങളിൽ പൊതുഗതാഗതം വരെ തടസ്സപ്പെടുത്തി. സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലുക്കോർണിയുവിനെ ഇന്നലെ ഇമ്മാനുവൽ മാക്രോൺ നിയമിച്ചിരുന്നു. റോസാബേറുമായി രാജിവെച്ച ഒഴിവിലാണ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചത്. നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം കാരണം താൽക്കാലികമായി അടച്ചിട്ട കാഠ്മണ്ഡു വിമാനത്താവളം തുറക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളം ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് നടന്ന ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവള സുരക്ഷാ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വിമാന സർവീസുകൾ അറിയാൻ യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും തിരിച്ചറിയൽ കാർഡുകളും വിമാന ടിക്കറ്റുകളും യാത്രക്കാർ കൈവശം വെക്കണമെന്നും അധികൃതർ അറിയിച്ചു. യാത്രയപ്പ് പോലും നൽകാതെ അപമാനിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച് സംസ്ഥാന സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് മാതൃകാപരമെന്ന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന സമയത്ത് മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് സർക്കാർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച വിധിയിൽ രാഷ്ട്രപതി നൽകിയ റഫറൻസുമായി ബന്ധപ്പെട്ട വാദം നടക്കവെയാണ് നിലവിൽ ബീഹാർ ഗവർണറും കേരള മുൻ ഗവർണറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ പ്രശംസിച്ചുകൊണ്ട് കേരള സർക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നപ്പോൾ മുൻപ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇത്തരം നിലപാടുകൾ ഗവർണർമാർ മാതൃകയാക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. മുൻപ് ഗവർണറായിരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ നിലപാടുകളെയും എതിർത്ത ഇടതു സർക്കാർ ഇത്തരത്തിലൊരു വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ദേശീയ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഔദ്യോഗിക യാത്രയപ്പ് പോലും നൽകാതിരുന്ന ഗവർണറുടെ നിലപാടിനെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രശംസിച്ചത്. കേസിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ലെന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു തുടങ്ങിയതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു വാദങ്ങൾ. VC നിയമനം ഉൾപ്പെടെ സർവകലാശാലകളിലെ പ്രവർത്തനങ്ങളിലും ബില്ലുകൾ ഒപ്പിടുന്നതിലും സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അധികാരങ്ങൾ കൃത്യമായും ഉപയോഗിക്കുന്ന നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് DGP മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നമുക്കിതിൽ പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു, പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ബേസിസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്.
അതിന് അന്വേഷണം ഇപ്പോൾ ഒരു പുരോഗതി അത്ര അയച്ചിട്ടില്ല, നടക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ഐ തിങ്ക് വി ആർ ട്രൈങ് ടു റീച്ച് ഔട്ട് ടു ദി വിക്ടിംസ് ആൻഡ് കംപ്ലൈൻറ്റ്സ് ദെയർ ആൻഡ് വിൽ ടേക്ക് പ്രോപ്പർ ആക്ഷൻ ദെയർ. ഇരകളായ പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞത് പരാതിയുമായി മുന്നോട്ട് വന്നാൽ അത് ജീവന് പോലും ഭീഷണി ഉണ്ടാകും. കാരണം കൂട്ടത്തിലുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒപ്പമുള്ളവരിൽ പലരും ഗുണ്ടകളാണെന്ന് ആശങ്കപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പരാതി വൈകുന്നതിൻ്റെ കാരണം അവർ ഭയപ്പെടുന്നതാണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അങ്ങനെ അവർ നമ്മുടെ ദൃഷ്ടിയിൽ വന്നിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ ടീച്ചർ ഇതിന് ആവശ്യമുള്ള നടപടി സ്വീകരിക്കാനാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. DGP റവാഡ ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് കണ്ടത്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. ചൈനയ്ക്കും ഭാരതത്തിനുമെതിരെ 100% അധിക താരിഫ് ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ട്രംപ്. റഷ്യക്കെതിരായ സാമ്പത്തിക നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ നിർദ്ദേശം. യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയിലാണ് ട്രംപ് പുതിയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതും ചൈനയും സമാന നീക്കങ്ങൾ നടത്തിയതുമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നത്. ഭാരതത്തിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% അധിക താരിഫ് ഏർപ്പെടുത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ യൂറോപ്യൻ യൂണിയനെതിരെ ചുമത്തിയ താരിഫ് 15% അമേരിക്ക കുറച്ചിരുന്നു. ഭാരതവുമായുള്ള വാണിജ്യബന്ധം ശക്തമാക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ഈ അടുത്ത ദിവസങ്ങളിൽ ശ്രമവും ആരംഭിച്ചു. യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ അധ്യക്ഷനും കമ്മീഷൻ അധ്യക്ഷയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. മാത്രമല്ല, റഷ്യ ഭാരതത്തിന് നൽകുന്ന എണ്ണയുടെ വിലയിൽ ബാരലിന് $3 മുതൽ $4 വരെ കുറവും വരുത്തിയിരുന്നു. ഇന്ത്യ റഷ്യ ചൈന സഖ്യം ശക്തമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അധിക താരിഫ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് അധിക താരിഫ് ചുമത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. താരിഫ് സംബന്ധിച്ച ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ട്രംപിന്റെ നിലപാടിനോട് പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ചർച്ചകൾ ഇന്ത്യ-US ബന്ധത്തിലെ വൻ സാധ്യതകളെ തുറന്നു നൽകുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ട്രംപുമായി സംസാരിക്കുമെന്നും രാജ്യത്തിന്റെ സമൃദ്ധമായ ഭാവിക്കായി ട്രംപുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ സന്നദ്ധമെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ നീക്കങ്ങൾ തുടരുന്നുവെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. ഭാരതം അമേരിക്ക തർക്കങ്ങൾ വൈകാതെ പരിഹരിക്കാനാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. വാണിജ്യ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ഇന്ത്യ-US ബന്ധത്തിൽ വൻ സാധ്യതകളെ തുറന്നു നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ട്രംപുമായി സംസാരിക്കുമെന്നും രാജ്യത്തിന്റെ സമൃദ്ധമായ ഭാവിക്കായി ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ താരിഫ് നയങ്ങൾക്കെതിരെ ഭാരതം അന്തർദേശീയ തലത്തിൽ സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ വെല്ലുവിളി ഉയർത്തുമെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഭാരതവുമായുള്ള ബന്ധത്തിൽ ട്രംപ് സമവായ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ദോഹയിലെ ആക്രമണത്തിൽ തങ്ങളുടെ 6 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹമാസ്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രത്തെയാണ് ഇല്ലാതാക്കിയതെന്ന് ഇസ്രായേലും അറിയിച്ചു. ഇന്നലെ ദോഹയിൽ നടന്ന ആക്രമണത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഭീകരർ താമസിച്ചിരുന്ന കെട്ടിടത്തിനും കാര്യമായ കേടുപാടുകൾ പറ്റിയെന്നും ഹമാസ് സ്ഥിരീകരിച്ചു. ഇന്നലെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ തങ്ങളുടെ 6 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച ഭീകരരെയാണ് ഇല്ലാതാക്കിയതെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഭീകരർ താമസിച്ചിരുന്ന കെട്ടിടത്തിന് കാര്യമായി കേടുപാടുകൾ പറ്റി. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ പ്രധാന നടപടിയാണ് ആക്രമണമെന്ന് അമേരിക്കയും പ്രതികരിച്ചു. ഖത്തർ അമീറുമായും പ്രധാനമന്ത്രിയുമായും ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചുവെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. However, eliminating Hamas, who have profited off the misery of those living in Gaza, is a worthy goal. President Trump immediately directed Special Envoy Witkoff to inform the Qataris of the impending attack, which he did. The president views Qatar as a strong ally and friend of the United States and feels very badly about the location of this attack. President Trump wants all of the hostages in Gaza and the bodies of the dead released, and this war to end now. President Trump also spoke to Prime Minister Netanyahu after the attack. The Prime Minister told President Trump that he wants to make peace, and quickly. President Trump believes this unfortunate incident could serve as an opportunity for peace. The president also spoke to the Emir and Prime Minister of Qatar and thanked them for their support and friendship to our country. He assured them that such a thing will not happen again on their soil. 15 വിമാനങ്ങളും 10 ഡ്രോണുകളും ആക്രമണത്തിന് പ്രയോജനപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു.
സമാധാന നീക്കങ്ങൾക്ക് ഇസ്രായേൽ തയ്യാറാകണമെന്ന് ട്രംപ് അന്തിമ മുന്നറിയിപ്പ് ഹമാസിന് നൽകിയതിന് പിന്നാലെയാണ് ദോഹയിലെ ഇസ്രായേൽ നീക്കമെന്നും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ നാണം കെട്ട് പ്രതിപക്ഷം. ഇന്ത്യ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ 452 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ 300 വോട്ടുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡിക്ക് നേടാൻ സാധിച്ചത്. മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ MPമാർ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായാണ് വിലയിരുത്തൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും പ്രതിപക്ഷ MPമാർക്ക് പുറമെ അപ്രതീക്ഷിത വോട്ടുകൾ കൂടി B. സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കുമെന്നുമായിരുന്നു ഫലപ്രഖ്യാപനത്തിന് മുൻപ് വരെ പ്രതിപക്ഷ നേതാക്കളുടെ അവകാശവാദം. എന്നാൽ ഭരണപക്ഷത്തു നിന്ന് വോട്ടുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ മുഴുവൻ വോട്ടും നേടിയെടുക്കാൻ സാധിക്കാതെ നാണം കെട്ട തോൽവിയാണ് പ്രതിപക്ഷത്തിനുണ്ടായത്. 300 വോട്ടുകളാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം 311. സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ 12 വോട്ടുകളും മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസിയുടെ വോട്ടും ചേർത്ത് ആകെ 324 വോട്ട് റെഡ്ഡിക്ക് കിട്ടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമെന്നായിരുന്നു പ്രതിപക്ഷം വിശേഷിപ്പിച്ചതെന്നും അതിൽ ദേശീയതയുടെ പ്രത്യയശാസ്ത്രം വിജയിച്ചതായും CP രാധാകൃഷ്ണൻ പറഞ്ഞു. We have to develop Viksit Bharat by 2047 means we should not do politics in everything. We have to forget, once the election is over, we have to forget the politics and we have to concentrate on the development. I will, in the new capacity, I will try my best for the development of this nation. In democracy, ruling party as well as opposition, both are important. It is the two sides of the same coin. The interest of the democracy will be taken into account. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോഴാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ വോട്ടുകൾ പോലും സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ദുരവസ്ഥയുണ്ടായത്. NDAയുടെ 427 അംഗങ്ങൾക്ക് പുറമെ പിന്തുണ പ്രഖ്യാപിച്ച YSR കോൺഗ്രസിന്റെ 11 അംഗങ്ങളുടെ വോട്ടും പ്രതിപക്ഷ നിരയിലെ ചിലരുടെ വോട്ടും ചേർത്ത് 452 വോട്ടുകൾ നേടിയാണ് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണന്റെ വിജയം. ജനം, ഡൽഹി. ഡൽഹി മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒക്ടോബർ 6 ആരംഭിക്കുന്ന കോടി അർച്ചനയിൽ പങ്കുചേരാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്തജനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും അർച്ചന ചേർത്തിട്ടുണ്ട്. കോടി അർച്ചനയുടെ പോസ്റ്ററും രസീതും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് പ്രകാശനം ചെയ്തത്. ഡൽഹിയിൽ മയൂർ വിഹാറിൽ ഉത്തര ഗുരുവായൂരപ്പന്റെ പുണ്യഭൂമിയിൽ ഒക്ടോബർ 6 വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കുന്ന മഹായജ്ഞത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാനായി മുൻകൂട്ടി വിശേഷാൽ അർച്ചന ബുക്ക് ചെയ്യുകയാണ് ഭക്തജനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി അനിഴം നാളിൽ വിശേഷാൽ അർച്ചന ചേർത്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ആദ്യമായി നടക്കുന്ന വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയുടെ പോസ്റ്ററും രസീതും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് പ്രകാശനം ചെയ്തത്. മുൻപ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന്റെ വിശേഷങ്ങളും മുഖ്യമന്ത്രി പങ്കുവച്ചു. दिल्ली में भी मैं मलयाली समाज मयूर विहार मंदिर में गई. बहुत ही सुंदर मंदिर, जहाँ दर्शन करके मुझे इतना अच्छा लगा कि मुझे साक्षात प्रभु के दर्शन हुए. आपने दिल्ली को इतना अपनी कल्चर से, अपनी हेरिटेज से इतना अमीर कर रखा है. रिच, दिल्ली इज रिच बाय योर कल्चरल हेरिटेज. മഹായജ്ഞത്തിൽ എല്ലാ ദിവസവും 27 നക്ഷത്രങ്ങൾക്കും പുഷ്പാർച്ചനയുള്ളതിനാൽ ഭക്തർക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ വഴിപാട് നടത്താനാകും. നവംബർ 2 ലക്ഷദീപാർച്ചനയോടെയാണ് കോടിയർച്ചനയുടെ സമാപനം. ജനം, ഡൽഹി. ആവേശക്കപ്പ്.
ഏഷ്യ കപ്പിലെ ഭാരതത്തിന്റെ ആദ്യ മത്സരം അല്പസമയത്തിനകം. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ UAE ആണ് എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏഷ്യ കപ്പിൽ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. അല്പസമയങ്ങൾക്കകം ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആതിഥേയരായ UAEയുമായാണ് ഇന്ത്യയുടെ പോരാട്ടം. ഇപ്പോൾ കാണികൾ ഇങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു ഇന്ത്യയുടെ മത്സരം നടന്നാലും സ്റ്റേഡിയം നീലക്കടലാകാറുണ്ട്. അതിന് ഇത്തവണയും മാറ്റമില്ല. നിരവധി പേരാണ് ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ടൂർണമെൻറ്റിൽ വിജയത്തോടെ ഇന്ത്യ തുടങ്ങുന്നത് കാണാനായിട്ട് കാണികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഏഷ്യ കപ്പിന് വളരെയധികം പ്രത്യേകതകളാണുള്ളത്. 8 ടീമുകളാണ് ഏഷ്യ കപ്പിൽ പങ്കെടുക്കുന്നത്. ആദ്യമായാണ് ഏഷ്യ കപ്പിൽ 8 ടീമുകൾ പങ്കെടുക്കുന്നത്. മൊത്തം 19 മത്സരങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഈ വരുന്ന 14-ാം തീയതിയാണ്. ഇതേ സ്റ്റേഡിയത്തിൽ, ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ മത്സരം. അതിനായാണ് ഏവരും കാത്തിരിക്കുന്നത്. അതിനു മുൻപ് UAEക്കെതിരെ മികച്ച വിജയം നേടി പാകിസ്ഥാനെ നേരിടാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. അതിന് പിന്തുണ അർപ്പിക്കാനായി നിരവധി പേർ, നൂറുകണക്കിന് കാണികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ദുബായിൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയിലാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ പരിശോധനകൾ അടക്കം നടത്തിയാണ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടുക. ഇന്ത്യൻ സമയം 8 മണിക്ക്, അതായത് UAE സമയം 6:30-നാണ് മത്സരം. അല്പസമയങ്ങൾക്കകം മത്സരം ആരംഭിക്കും. അതിനായി കാണികളും ടീമുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. UAEയിൽ ഒരു ചൂടുള്ള കാലാവസ്ഥയിലും ഇപ്പോൾ ഇവിടെ താരതമ്യേന നല്ല ചൂട് കൂടിയ ദിവസങ്ങളാണ്. അപ്പോൾ ഈ ചൂടുള്ള കാലാവസ്ഥയിലും അതൊന്നും വകവയ്ക്കാതെ ഇന്ത്യക്ക് പിന്തുണ അർപ്പിക്കാൻ കാണികൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യക്കൊരു മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.